ഗുരുവായൂർ ദേവസ്വം ആനകൾക്ക് മികച്ച പരിചരണവും ചികിത്സയും ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കാൻ നിയോഗിച്ച ജീവധനം വിദഗ്ധ സമിതിയിലേക്ക് പുതുതായി പ്രശസ്ത ആന ചികിത്സകരായ ഡോക്ടർ പി.എൻ. സുരേഷ്, ശ്രീ നാഗേരി വാസുദേവൻ നമ്പൂതിരി, ശ്രീ ശബരിനാഥ് എന്നിവരെ ഉൾപ്പെടുത്തിയതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അറിയിച്ചു. പുന്നത്തൂർ കോട്ടയിൽ പുതിയ ആധുനിക ലാബ് സജ്ജീകരിക്കും. പാദരോഗം ബാധിച്ച ഗുരുവായൂർ നന്ദനാന സുഖം പ്രാപിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ശ്രീ സി മനോജ്, ശ്രീ കെ.പി. വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിൽ ആനക്കോട്ടയിൽ ഒരു നല്ലൊരു ലാബ് സൗകര്യം ഉണ്ടാക്കുക. ആനകളുടെ സ്രവങ്ങൾ പരിശോധിക്കാനും രക്തം പരിശോധിക്കുവാനും അതിൻ്റെ പിണ്ഡം പരിശോധിക്കുവാനും അതിനൊരു എക്സ്റേ എടുക്കാനും ഇത്രയും സൗകര്യങ്ങളെങ്കിലും ഉള്ള ഒരു ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ലാബ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഭരണസമിതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് വേണ്ട ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി തരാൻ എക്സ്പെർട്ട് കമ്മിറ്റിയിലെ രാജീവ് ഡോക്ടറെ ചുമതലപ്പെടുത്തിയിട്ടും ഉണ്ട്. അവരൊക്കെ അതിനകത്ത് പി എൻ ഗിരീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആനകളെയൊക്കെ ചികിത്സിച്ച് മറ്റവരൊക്കെ കൈയഴിയുന്ന ആനയെപ്പോലും ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഇതൊന്നാണ്. അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വം അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് നന്ദൻ്റെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദൻ ഇപ്പോൾ ഗ്രാജുവലായിട്ട് റിക്കവർ ചെയ്ത് വരുന്നു എന്നുള്ളൊരു അവസ്ഥ ആണ് ഉള്ളത്. ഈ വെറ്റിനറി കോളേജിൽ കൊണ്ടുപോയി അവിടുന്ന് ടെസ്റ്റുകളൊക്കെ നടത്തി എന്ത് ചെയ്തു, അതിന് അതിൻ്റെ ഈ നഖത്തിൻ്റെ പാർട്ടുകളൊക്കെ എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, വിദഗ്ധ ടെസ്റ്റിന് ബയോപ്സിക്കൊക്കെ അയച്ചു. അതൊന്നും ഒട്ടും ഭയപ്പെടേണ്ട രീതിയിലുള്ളതല്ല, സാധാരണ രീതിയിലുള്ളതാണെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പബ്ലിക് റിലേഷൻസ് വിഭാഗം, ഗുരുവായൂർ ദേവസ്വം.